ഇവിടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഗുണ്ടകൾക്ക് വരെ ഓഫീസ് തുറന്നിട്ടുണ്ട്. കേരളത്തിലാ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ടൈപ്പ് ചെയ്യണേ, മറന്നു പോരായിരുന്നു. നിർത്തുന്ന കയ്യിലായിരുന്നു ഈ കല്യാണവും വൈറൽ താരവും അതുപോലെ കുംഭമേളി എന്തെല്ലാം ആന്നടാ. പിന്നെ ഭയങ്കര സംഭവമല്ലേ, ഭയങ്കര സംഭവം ഇപ്പം നടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പട്ടിണിയങ്ങ് മാറും, ജനങ്ങളുടെ കഷ്ടപ്പാട് മാറും. അതുപോലെ തന്നെ വിഷുവിന് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. വേറെയൊന്നുമല്ല. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. എന്താ കാര്യം എന്നറിയാം? മധ്യപ്രദേശിലെ ഒരു പെണ്ണും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഒരു ചെറുക്കനും കൂടിയിട്ട് വന്നിട്ട് ഇവിടെ കല്യാണം നടത്തിയിട്ട് പുലിവാല് തെച്ചു എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ. ഇപ്പോഴത് പറയുന്നത് എന്താ വെച്ചാൽ ആ പെണ്ണിന് പ്രായപൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും, വൈറൽ താരമായ നമ്മുടെ കുംഭമേളയുടെ താരമായ വൈറൽ താരം ആ പെൺകുട്ടിക്ക് ഇപ്പോഴും പ്രായമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തിൻ്റെ ബേസിലായാലും ശരി, കല്യാണം നടത്തിയതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അതായത് സ്വന്തം മകളാണെങ്കിൽ ഇവരാരെങ്കിലും നടത്തി കൊടുക്കണോ? ഇവരൊരാൾ പോലും നടത്തി കൊടുക്കത്തില്ല. ഇനി എന്ത് തരം മതേതരത്വമായാലും ശാന്തിയായാലും സമാധാനമായാലും ശരി, ഒരാൾ പോലും സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ആരാൻ്റെ മക്കളായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ആരാൻ്റെ മക്കളാകുമ്പോഴെന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല, അതുപോലെ തന്നെ ആരും വരത്തുമില്ല. അതുകൊണ്ട് എന്താണ് അങ്ങ് നടത്തി കൊടുത്തു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുലിവാല് പിടിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാലോ, നമ്മൾ ജാതി മത ഭേദമേന്യേ രാഷ്ട്രീയ ഭേദമേന്യേ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചില വേട്ടാവളിയന്മാരുണ്ട്. അതായത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങ് കൊത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ടീമുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഇപ്പോഴാ പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ നാളുകളായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അവനാണെങ്കിൽ ഇതുവരെ ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല. അവനാണ് ഈ പെൺകുട്ടിയെ കറക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവർ ഹിന്ദിക്കാരാണെന്ന് കരുതിയിട്ട് കുടുംബസ്നേഹം ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. ഇവിടെ പല ആൾക്കാരും പറയുന്നത് ഹിന്ദിക്കാരല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. എടോ, ഹിന്ദിക്കാരായാലും മലയാളികളായാലും ഇനി ഏത് ഭാഷക്കാരായി കഴിഞ്ഞാൽ ഹൃദയബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബന്ധം തന്നെയാണ്. അവിടെ പണവും മറ്റേ ഇതൊന്നുമില്ല. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ എന്ന് പറഞ്ഞ് എന്താ പെൺകുട്ടികളെ മറ്റേ ഇവിടെയും വിടാതെ അവരെ സംരക്ഷിക്കുന്ന ആങ്ങളമാർ, അവരെ സംരക്ഷിക്കുന്ന അച്ഛന്മാർ അങ്ങനെയൊന്നും ആയിരിക്കൂല. അവരൊക്കെ പലതരം ജോലിക്ക് പോകും, അതുപോലെ കച്ചവടത്തിന് പോകും, അങ്ങനെയൊക്കെ പോകുന്നവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി, അതിൻ്റെ പേരിപ്പം പറയാൻ കഴിയില്ല, കാരണം എന്താ പറയുക, അത് പിന്നെ എന്താ പറഞ്ഞാൽ ഇനി പ്രായമായിട്ടില്ല പോലും. അപ്പോൾ ഈ വൈറൽ താരമായ പെൺകുട്ടി ഇതുപോലെ കുംഭമേളക്ക് പോകുന്നു. അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറലാകുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടുന്നു. സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കളറായിട്ട് വന്നു, കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ അച്ഛനും അമ്മക്കും ഒരുപാട് സന്തോഷമായി. കാരണം എന്താ, ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ച് കളറായല്ലോ. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ചേരി പ്രദേശം കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പോഴും ഒരു നല്ല നിലയിലെത്തി. അപ്പോഴാണ് ഒരുത്തമെന്ന് പറയുന്നത്, നിങ്ങളുടെ മകളെ ഞാൻ നായികയാക്കാമെന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ചിട്ട് കല്യാണം നടത്തി കൊടുത്ത ഒരു സംഭവം വളരെ മോശം തന്നെയാണ്. ഉള്ള കാര്യം പറയാലോ, നമ്മളിവിടെ കേരള സ്റ്റോറി കളിക്കലോ അല്ലെങ്കിൽ മറ്റേ സ്റ്റോറി കളിക്കലോ ഒന്നുമല്ല. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ സ്വന്തം മക്കളാണെങ്കിൽ നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കും. ഒരിക്കലെന്ന് പറഞ്ഞാൽ കഴിച്ചു കൊടുക്കത്തില്ല. എന്തിൻ്റെ പേരിലായിരിക്കും? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രാഷ്ട്രീയ നേതാക്കൾക്കാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ ചില നേതാക്കൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയിരിക്കാം, ഭർത്താവ് മുസ്ലിം ആയിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരും അതേ ചായയിൽ പോകത്തില്ല. അതായത് നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്, അതുപോലെ നിങ്ങൾ MP MLA ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ കിട്ടും, അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ജോലി കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനൊക്കെ എങ്ങനെയാണ് ഈ പെണ്ണിനെ സംരക്ഷിക്കുന്നത്? അല്ലെങ്കിൽ അവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ പിന്നെ നല്ലൊരു മനുഷ്യനാണോ എന്നുപോലും നമുക്കറിയില്ല. ആ അച്ഛൻ വന്നിട്ട് പറഞ്ഞ കാര്യമില്ലേ, മധ്യപ്രദേശിലാണ് ഞാൻ താമസിക്കുന്നത്, ആ പയ്യൻ താമസിക്കുക ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവനെ ഞങ്ങൾക്കറിയില്ല, അവൻ എങ്ങനെയുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയില്ല. എൻ്റെ മകളുടെ ഇതിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട്, നീ ആരടാ, വേട്ടാവളിയാ, നീ പോടാ, ഞങ്ങൾ കേരള സ്റ്റോറി നടത്തിയടാ. എന്നാൽ ഇമാതിരി തോന്നിയവാസം കാണിക്കരുത്. ഏതോ ഒരു വേട്ടാവളിയൻ ഏതോ ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ എടുത്തു. ആ സിനിമയ്ക്ക് ബേസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു കേരള സ്റ്റോറി ആക്കിയിട്ട് ചെയ്തത് വളരെ മോശം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇതുപോലെ ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നത്, അവസാനം എന്ന് പറഞ്ഞാൽ ഓൻ ആ പെൺകൊച്ചിനെയും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്തു, ആരാ സമാധാനം പറയാ? ഒരു മക്കളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ. കാരണം ഒരുപാട് ആശങ്ക അവർക്ക് ഉണ്ടാകും. ഇപ്പോൾ ഇവൻ എങ്ങനെയുള്ളവനാണ്, ഇവൻ എങ്ങനെയാണ് ഇവളെ പോറ്റുന്നത്,
അല്ലെങ്കിൽ ഇവളെ നാളെ കളഞ്ഞു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും സമാധാനം പറയോ? ഈ അച്ഛനും അമ്മയും തന്നെ ഏറ്റെടുക്കണ്ടേ? എന്നിട്ട് അവരെ നമ്മൾ തെറി പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോൾ നാളെ ഇവളെ ഒഴിവാക്കി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴത് കേരള സ്റ്റോറിയാണ്, അവിടെ ഒഴിവാക്കുന്നില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ മലയാളികൾക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണ്. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് ഇനി ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ആരും, അതായത് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവിടെ പോയി തീർക്കുക, അല്ലാതെ ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റോറി ഏതെങ്കിലും ഒരുത്ത് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗഹൃദപരമാണ്, എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. എന്നാലും ചില കാര്യത്തിന് ഭാഷാപൂജ്യം തന്നെയാണ്. അത് ആലോചിച്ച് നോക്കാറുണ്ട്. ഇപ്പം 2-3 ദിവസം മുമ്പ് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോയി, ഓൻ എവിടെയോ കയറി പിടിച്ചാൽ അറിയാം. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അത് അന്വേഷിക്കാൻ ഒരുത്തനുമില്ല. വല്ലവനും വന്നിട്ട് കല്യാണം നടത്തി തരണമെന്ന് പറയുമ്പോൾ കേട്ട വാതി കേൾക്കാതെ പറയാ ഞാൻ റെഡി. അത് ഭയങ്കര തന്നെയായാലും ഇത് വളരെ മോശം തന്നെ. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരി, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇതെന്ന് പറയുന്ന ആരെയോ തോപ്പിക്കാൻ വേണ്ടിയിട്ടും കേരളം ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ്. അല്ലാതെ കേരള സ്റ്റോറി ഇവിടെ കളിച്ചു പോലും കളിച്ചില്ലോ. ആർക്കാ നഷ്ടമോ? ആർക്കാ നഷ്ടമുണ്ടാ? കേരള സ്റ്റോറി പിന്നെ എന്ന് പറയുന്ന ഏതൊരു സിനിമ, ആ സിനിമ എന്തോ പറഞ്ഞ് എന്തോ പോയിക്കോട്ടെ, അതിന് ആർക്കും കൂടെ നഷ്ടമുണ്ടാ? ഇതെന്താ ലോകത്തിൽ ആൾക്കാർ ചോദിച്ചു കേരളത്തിൽ ഇങ്ങനെയാ നോക്കി നിൽക്കലാണോ? കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലേ കേരളക്കാരാരാന്ന്? മറ്റുള്ളവർക്കും അറിയാം. പിന്നെ ആരെയുടെ ബോധിപ്പിക്കേണ്ട ആവശ്യമായിരിക്കുക? ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇവിടെ കേരള സ്റ്റോറിക്കെതിരെ ഇങ്ങനൊരു സമരം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UP-യിലുള്ളവനോ മധ്യപ്രദേശിലുള്ളവനോ അല്ലെങ്കിൽ ആന്ധ്രയിലുള്ളവനോ അറിഞ്ഞിട്ട് കൂടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ അറിയുക, ആടെ ആരാ ഭരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ബീഹാറിൽ പോയിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തക മനോരമയെന്ന് എനിക്ക് തോന്നുന്നത്, അവിടെ ഒരു അള്ളി ഗ്രാമത്തിൽ പോയി. അവിടെ നോക്കുമ്പോഴേക്ക് എല്ലാവരും ടോയ്ലറ്റ് പോകുന്നത് ഇതുപോലെയുള്ള പറമ്പത്താന്ന്. അങ്ങനെ പോകുമ്പോഴേ അവരോട് ചോദിച്ചു ഇപ്പം ആരാ ഭരിക്കുന്നതെന്ന് അറിയോന്ന്. അവർ ഇങ്ങനെ പരസ്പരം നോക്കുന്നു. എന്താ പറഞ്ഞ് ഭരണമായിരിക്കാന്ന് നിന്ന്. അതായത് ഭരിക്കുന്ന ആളെ അറിയില്ല, ആർക്കാ വോട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കക്കൂസ് പിന്നെ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോയെന്ന് വരെ അവർക്കറിയില്ല. കാരണം അവർ ജനിക്കുമ്പോൾ മുതൽ കണ്ടത് ഈ പറമ്പാന്ന്. ആ പറമ്പാന്ന് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ജനതയോട് പോയിട്ട് ചോദിക്കുകയാണ് ആരാ ഭരിക്കുന്നതെന്ന്. അതൊന്നും അവർക്കറിയില്ല. നമ്മൾ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ്. അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ, ഒരു സ്ത്രീ ഇതുപോലെ കുഴഞ്ഞു വീണപ്പോൾ അവിടെയുള്ള എല്ലാവന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. 6 വയസ്സുള്ള അവരെ മകൻ പോയിട്ട് എവിടുന്നോ വെള്ളം കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ മുഖത്ത് കളിക്കുന്നത്. നമ്മൾ ഇടിയാന്ന് എന്താ ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഒരുത്തിന് അവരെ പിടിച്ചെണീപ്പിക്കത്തില്ലേ? അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കൂലേ? അവർക്ക് ഭക്ഷണം കൊടുക്കൂലേ? അവരെ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടൂലേ? പക്ഷെ അവിടെ അതാണോ നടന്നത്? അവിടെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവറ്റകളെ നിങ്ങൾ നന്നാക്കാനും പോണ്ട, നേരെയാക്കാനും പോണ്ട. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ കൊണ്ടുവന്ന് കല്യാണം നടത്താനും പോണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് വേറെ. അവരവരുടെ കാര്യം നോക്കിക്കോളും. അവരുടെ കൾച്ചർ അങ്ങനെ അവരവരുടെ കാര്യം നോക്കട്ടെ. അല്ല എല്ലാ കാര്യത്തിനും അവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്ത് നടക്കുന്നു കല്ലി വെല്ലി. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ നമ്മൾ നോക്കുക, നമ്മുടെ ജീവൻ രക്ഷകൾ നോക്കുക. ഇവിടെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണത്തിൻ്റെ പുറകെ ഓടുമ്പോഴേ ഇവിടെ കുറേ ക്രിമിനലുകൾ വളർന്നുകൊണ്ടിരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഗുണ്ടകൾക്ക് വരെ ഓഫീസ് തുറന്നിട്ടുണ്ട്. കേരളത്തിലാ? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ടൈപ്പ് ചെയ്യണേ മറന്നു പോരായിരുന്നു. നിർത്തുന്ന കയ്യിലായിരുന്നു ഈ കല്യാണവും വൈറൽ താരവും അതുപോലെ കുംഭമേളി എന്തെല്ലാം ആന്നടാ.